പ്രേക്ഷക പ്രിയ പരമ്പരകൾ പുതിയ സമയമാറ്റത്തോടെ ചട്ടമ്പിപ്പാറു എല്ലാ ദിവസവും രാത്രി 7 മണിക്കും കന്യാദാനം രാത്രി 7:30. ഗോമതി, ഈ കൂട്ടന്റെ പേരെന്തുവാ? ഇതന്നെ അമ്മ ഒന്നും അറിയാത്ത പോലെ. ഇത് ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാക്കുന്നല്ലേ. ഇതല്ലേ തീയല്? ഓ, ഇതാണോ തീയല്? കഴിച്ചപ്പോ തോന്നിയില്ല കേട്ടോ, ഒരു കൂട്ടുകറിയുടെ സ്വാദ്. എന്റെ ഗോമതി, തീയലിന് തേങ്ങ വറുത്തരിക്കുമ്പോ ഇത്രയും മൂപ്പിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ, ഞാൻ അരി വാർക്കാൻ പോയപ്പോ ചട്ടിക്കകത്ത് കിടന്ന് കരിഞ്ഞു പോയതാ. നല്ല മറുപടി കേട്ടോ മക്കളെ. ഇവിടെ ഈയിടെയായിട്ടെ ഭയങ്കര ഉഴപ്പാ. ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. എന്താ ഇതെന്താ ക്ലാരമ്മേ സ്പെഷ്യൽ വിഭവം? കുറച്ച് സൂപ്പ് അമ്മേ. ആദ്യം ഞാൻ വിചാരിച്ചു പൂജമോക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാന്നു. പിന്നെ വിചാരിച്ചു എന്നാ പിന്നെ എല്ലാവർക്കും കൊടുത്തേക്കാന്ന്. ഗർഭിണികൾക്ക് ഈ സമയത്ത് ഏതു മരുന്നിനേക്കാളും ഗുണം ചെയ്യും. എനിക്കിതൊന്നും വേണ്ട. ഞാൻ ഈ വൃത്തിയുടെ സാധനമൊന്നും കഴിക്കത്തില്ല. എനിക്കും വേണ്ട. ആമി, മസിലി പിടിക്കണ്ട, വേണമെങ്കിൽ കുറച്ചെടുത്ത് കഴിച്ചേ. ഗർഭിണികൾക്ക് സൂപ്പ് നല്ലതാ മോളെ. എനിക്ക് വേണ്ടെന്നേ. സത്യം പറഞ്ഞ ആട്ടിൻ സൂപ്പായിരുന്നു വേണ്ടത്. ഇവിടെ പിന്നെ എല്ലാവർക്കും പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. എന്നാ പിന്നെ ആദ്യ പരീക്ഷണം തക്കാളി ആവാന്ന് വിചാരിച്ചു. അമ്മേ, കുടിച്ചു നോക്ക എങ്ങനെയുണ്ടെന്ന്. കുടിക്കും മോളെ, നല്ലതാ. എന്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിനൊക്കെ ഇത്രയും സ്വാദുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. ഇവിടെ ഇതൊന്നും ഉണ്ടാക്കി ശീലമില്ലല്ലോ. അതിനിവിടെ ആരും ഇതൊന്നും കഴിക്കത്തില്ലല്ലോ. മീനൊക്കെ തന്നെ ഈ അടുത്ത കാലത്തല്ലേ കഴിക്കാൻ തുടങ്ങിയത്. ഈ സൂപ്പ് തക്കാളി കൊണ്ട് ഉണ്ടാക്കിയെന്നല്ലേ പറഞ്ഞേ? തക്കാളി ഇറച്ചി മീനൊന്നും അല്ലല്ലോ, മലക്കറിയല്ലേ. സത്യം പറയാലോ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും സ്വാദുള്ള ഒരു സൂപ്പ് ഇതുവരെ കഴിച്ചിട്ടില്ല. തക്കാളി കൊണ്ട് ഇത്രയും ടേസ്റ്റുള്ള സൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല്ലേ? അതെ അതെ, ഏതായാലും ക്ലാരമേട്ടത്തിന്റെ കൈപുണ്യം അപാരം തന്നെ അല്ലേ പൂജ? ആമി മോളെ, ഇത് കുടിച്ചേ. എനിക്കിങ്ങ് വേണ്ട. കണ്ടിട്ട് തന്നെ ഛർദ്ദിക്കാൻ വരിക. എന്താ പിന്നെ കുടിക്കണ്ട. എടുത്തി, ഇതിന്റെ മണം അതാണ് ഇതിന്റെ മാസ്റ്റർ പീസ്. മസാലയൊക്കെ ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് ഹൈ റേഞ്ചിൽ നിന്ന് കൊണ്ടുവന്നതാ. അത് പറ, അതല്ലേ ഇത്ര സ്വാദ്. ആമി ചേച്ചി, ഗോമതി ചേച്ചി, ദേ ഇത് കുറച്ചൊന്നും എടുത്ത് കഴിച്ചേ. എനിക്കും വേണ്ട. എനിക്കിങ്ങ് വേണ്ട. നീ ആരെയും നിർബന്ധിക്കണ്ടാ, യോഗമില്ലാത്തവര് കഴിക്കണ്ടെന്നേ. കേട്ടോ ക്ലാരമ്മേ, പൂജമൊക്കെ വയറ്റി പിടിക്കുകയും കുറച്ച് ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കി കൊടുക്ക്. എന്താ മുത്തശ്ശി, ആട്ടിൻ സൂപ്പ് കഴിക്കാൻ കൊതിയായോ? ഉണ്ടെങ്കിൽ ആവാം കേട്ടോ. നമ്മുടെ ആരോഗ്യ സന്തോഷമാണ് ഏറ്റവും പ്രധാനം. അത് നേരാ മോനെ. എന്നാ പിന്നെ അടുത്ത ഞായറാഴ്ച ആവട്ടെ. ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ മട്ടൻ വാങ്ങിച്ചിട്ട്. ഈ വീട്ടിൽ അതൊന്നും കയറ്റാൻ പറ്റില്ല. അതെന്താ കയറ്റിയാല്? അവനവൻ എന്ത് കഴിക്കണമെന്ന് തോന്നിയോ അത് വാങ്ങി കഴിക്കണം. ആകെ ഒരു ചെറിയ ജീവിതമാ, അത് സ്വാതന്ത്ര്യത്തോടെ ജീവിച്ചു തീർക്കണം. അപ്പോ ഞായറാഴ്ച മട്ടൻ സൂപ്പ്. എന്താ ക്ലാരമ്മേ? എല്ലാം അമ്മ പറയുന്നത് പോലെ.